ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മളുടെ 2025 SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, നമ്മളിതിന് മുമ്പ് ചെയ്തൊക്കെ SSLC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന നമ്മളുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആൻസർക്ക് നോക്കുമ്പോൾ അതൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന ചോദ്യം നമ്മൾ 15 ചോദ്യം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. അതിൽ 16ാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നത്. ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ ABC ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. കോർഡിനേറ്റ് ഓഫ് A are 1, 3 ആൻഡ് കോർഡിനേറ്റ് ഓഫ് B are 5, 3. ചിത്രത്തില് ത്രികോണ ABC ഒരു സമഭുജ ത്രികോണമാണ്. എയുടെ സൂചക സംഖ്യകൾ 1, 3. ബിയുടെ സൂചക സംഖ്യകൾ 5, 3 ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ABയുടെ നീളം കാണണം. അതായത് കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് AB. ABയുടെ മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതണം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ വെർട്ടെക്സ് C. Cയുടെ സൂചക സംഖ്യകൾ എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ABയുടെ നീളം കാണാം. ഓക്കെ, ABയുടെ നീളം കാണണം. ABയുടെ നീളം കാണുമ്പോൾ മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുമ്പോൾ 2 കോർഡിനേറ്റുകളാണ് നമ്മളുടെ കയ്യിലുള്ളത്. A 1, 3 B 5, 3. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമുക്കിവിടെ നോക്കുമ്പോൾ Y കോർഡിനേറ്റ് സെയിം ആണ് അല്ലേ? അപ്പോൾ X കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി, അതിൻ്റെ മോഡുലസ് വാല്യൂ. ഓക്കെ, Y കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. 5 - 1 ആൻഡ് ദാറ്റ് ഈസ് 4. മോഡ് എടുക്കുന്നത് നെഗറ്റീവ് കളയാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 - 5 എന്നാണ് എടുക്കുന്നതെങ്കിൽ -4 വരും. അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ അത് 4 ആവും. അപ്പോൾ ABയുടെ നീളം എത്രയാണ്? 4 ആണ്. ഇനി നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെ കിട്ടും. നോക്കി, x1 - x2. അപ്പോൾ 5 - 1ൻ്റെ സ്ക്വയർ, അപ്പോൾ 4ൻ്റെ സ്ക്വയർ. 3 - 3 0, 0ൻ്റെ സ്ക്വയർ 0. 4ൻ്റെ സ്ക്വയർ 16, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 4 തന്നെ. ഓക്കെ, അപ്പോൾ ABയുടെ നീളം അത് എത്രയാണ്? 4 ആണ്. ഇനി അതായത് കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് AB. ABയുടെ മധ്യബിന്ദുവിൻ്റെ സൂചകസംഖ്യകൾ കാണാനാണ്. എങ്ങനെ നമ്മൾ മധ്യബിന്ദുക്കൾ കാണാം? നമ്മൾ എന്ത് ചെയ്യുക? എക്സുകൾ തമ്മിൽ കൂട്ടും, അതിൻ്റെ പകുതി. വൈകൾ തമ്മിൽ കൂട്ടും, അതിൻ്റെ പകുതി. അപ്പോൾ ഇവിടെ 1 + 5/2 3 + 3/2 എന്ന് വരും. 5ലേക്ക് 1 കൂട്ടിയാൽ 6 ആണ്. 6ൻ്റെ പകുതി 3 എന്ന് വരും. 3ലേക്ക് 3 കൂട്ടിയാൽ 6 ആണ്. 6ൻ്റെ പകുതി 3. അപ്പോൾ 3, 3 ആണ് ABയുടെ മിഡ് പോയിന്റ്. ഇനി സിയുടെ സൂചകസംഖ്യ കാണാനാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം സിയിൽ നിന്ന് ഒരു വേർട്ടെക്സ് വരയ്ക്കണം, ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ സിയുടെ എക്സ് സൂചകസംഖ്യ നമുക്ക് കിട്ടി. ഇവിടെ എല്ലാ ആംഗിളുകളും എങ്ങനെ വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിയുടെ എക്സ് സൂചകസംഖ്യ നേരെ താഴോട്ട് നോക്കുമ്പോൾ അത് 3 ആണ്. ഇനി Y കോർഡിനേറ്റ് കാണണം, അഥവാ ഈ ലെങ്ത് കിട്ടിയാൽ അതാണ് Y കോർഡിനേറ്റ്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണാണെന്ന് പറയുന്നുണ്ട്. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ കോണുകളും ഈക്വൽ ആയിരിക്കും. സോ ഈ കോണ് 60 ഡിഗ്രിയാണ്. ഓക്കെ, ഈ കോണ് 60 ഡിഗ്രി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ. ഇത് 90 ഡിഗ്രി. അപ്പം മുകളിൽ 30 ഡിഗ്രി. സോ 30, 60. ഇവിടെ ടോട്ടൽ ലെങ്ത് 4 ആണ്. അതിനെ പകുതിയാക്കുമ്പോൾ 2, 2 എന്ന് വരും. ദെൻ 30, 60, 90 1:√3:2 ആണ്. അതിൽ 30ക്ക് ഓപ്പോസിറ്റ് ആണ് 2 കിടക്കുന്നത് അല്ലേ? സോ 30ക്ക് ഓപ്പോസിറ്റ് 1ൻ്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ √3യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? 2√3 ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് കിട്ടി. ഇത് 2√3 ആണ്. അപ്പോൾ ഇവിടുത്തെ Y കോർഡിനേറ്റ് എത്രയാ? 2√3. അപ്പോൾ 3, 2√3 ഇതാണ് നമ്മളുടെ സിയുടെ കോർഡിനേറ്റ് വരുന്നത്. ഓക്കെ, 3, 2√3 ഇതാണ് നമ്മളുടെ സിയുടെ സൂചകസംഖ്യ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് 17ാമത്തെ ചോദ്യം. ഡയമീറ്റർ ഓഫ് 2 ഹെമിസ്ഫിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 3:2. 2 അർദ്ധഗോളങ്ങളുടെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. അതായത് റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ, അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എഴുതുക. അതായത് റേഷ്യോ ഓഫ് ദെയർ വോളിയം, അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എഴുതുക. ഇഫ് ദ വോളിയം ഓഫ് ദ ഫസ്റ്റ് ഹെമിസ്ഫിയർ ഈസ് 108 cubic centimeter, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സെക്കൻഡ്? ആദ്യത്തെ ഗോളത്തിന്റെ വ്യാപ്തം 108 ഘന സെന്റിമീറ്റർ ആയാൽ രണ്ടാമത്തെ ഗോളത്തിന്റെ വ്യാപ്തം എന്തെന്നാണ്. അപ്പോൾ ഇവിടെ ഡയമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, 3:2 ആണ്. ഡയമീറ്ററിന്റെ പകുതിയാണ് എന്ത്? റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ 3/2 2/2 2 2 ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ ഡയമീറ്ററിന്റെ റേഷ്യോ എന്താണോ, ഇപ്പോൾ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ 3ൻ്റെ പകുതി 3/2 ഈസ് 2, 2ൻ്റെ പകുതി 2/2.
രണ്ടോടത്തും ഡിനോമിനേറ്ററിൽ 2 അല്ലേ, അപ്പോൾ രണ്ടിനെയും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ 3:2 തന്നെ റേഷ്യോ കിട്ടും. അപ്പോൾ ഡയമീറ്ററിൻ്റെ റേഷ്യോ എന്താണോ ആ റേഷ്യോ തന്നെയാണ് ആർക്ക് ഉണ്ടാവുക, റേഡിയസിന് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ഓൾസോ 3:2. ഓക്കെ, റേഷ്യോ എന്താണ്, ഒരു മെഷർമെൻ്റ് ആണ്. ഇപ്പോൾ റേഡിയസ് ഡയമീറ്റർ 3 ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് 1.5 വരണ്ടേ അല്ലേ. ഇനി 2 ആണെന്നുണ്ടെങ്കിൽ അത് 1 ആവണ്ടേ. ഇങ്ങനെയുള്ള ഒരു 1.5:1 എന്നൊക്കെ തോന്നുന്നു നമുക്ക് അല്ലേ. ഇതിനെ നമ്മൾ പോയിന്റ് കളയാനും വേണ്ടിയിട്ട് രണ്ടിനെ എന്ത് ചെയ്തു, ഒരു 2 കൊണ്ട് ഗുണിച്ച് നോക്കിയേ. ഈ റേഷ്യോനെ നമ്മൾ ഒരേ നമ്പറേറ്റ് ഗുണിക്കുമ്പോൾ മാറ്റം വരുമല്ലോ. 1.5നെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 കിട്ടും. 1നെ 2 ആയിട്ട് ഗുണിക്കുമ്പോൾ 2 കിട്ടും. ഓക്കെ, റേഷ്യോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇത്ര എണ്ണത്തിന് ഇത്ര എന്നുള്ള അളവാണ്, അല്ലാതെ അത് കറക്റ്റ് മെഷർമെൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ 3:2 ഡയമീറ്റർ 3:2 ആണെന്നുണ്ടെങ്കിൽ റേഡിയസും എന്ത് തന്നെയാണ്, 3:2 ആണ്. ഇനി വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ കാണണം. അത് ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോവാണ്. V1:V2 കാണണം. ഇതിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം, ഫ്രാക്ഷണൽ ഫോമുല, ദാറ്റ് ഈസ് V1/V2 എന്ന് എഴുതാം. ഇനി ഇതിൽ ഇക്വേഷൻ കൊടുക്കുക. ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണാൻ ഇക്വേഷൻ 2/3 πr³ ആണ്. രണ്ടിൻ്റെ റേഡിയസ് വ്യത്യസ്തമായതുകൊണ്ടാണ് ഞാൻ R1 R2 എന്ന് കൊടുത്തത്. 2/3 π എന്ന് പറയുന്നത് കോമൺ ആണ്, ദാറ്റ് മീൻസ് കോൺസ്റ്റൻ്റ് ആണ്. അത് രണ്ടോടത്തുണ്ട്, അപ്പോൾ അത് രണ്ടും വെട്ടിപ്പോവും. 2/3യും പൈയും വെട്ടിപ്പോവും. പിന്നെ R1³ R2³ അഥവാ R1 എന്ന് പറയുന്നത് 3 ആണ്, ഫസ്റ്റത്തെ റേഡിയസ്, അപ്പോൾ 3³ പിന്നെ 2 ആണ് R2, അത് 2³ 3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 3 9 ആണ്, 9 × 3 27 ആണ്. 2ൻ്റെതാണെന്നുണ്ടെങ്കിൽ 2 × 2 4 ആണ്, 4 × 2 8 ആണ്, ദാറ്റ് ഈസ് 27/8, 27:8. ഓക്കെ, ദെൻ റേഷ്യോ കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റത്തേൻ്റെ വോളിയം 108 തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയത്തിന് വീണ്ടും ഞാൻ V1/V2 എന്നുള്ളൊരു ഫോമിൽ എടുക്കുകയാണ്. V1/V2 = 27/8 എന്നുള്ള ഫോമാറ്റിലോട്ട് ഞാൻ മാറ്റി. ഫസ്റ്റത്തെ V1 നമുക്ക് തന്നിട്ടുണ്ട് 108. സോ ആ V1ൻ്റെ സ്ഥാനത്ത് ഞാൻ 108 കൊടുത്തു. ഇനി നമുക്ക് ക്രോസ് ചെയ്യാം, ദാറ്റ് ഈസ് ഈ 108നെ ഞാൻ 8 കൊണ്ട് ഗുണിച്ചു, 27നെ ഞാൻ V2 ഗുണിച്ചു. ഇത് ഇവിടെ വരേണ്ടതാണ് കേട്ടോ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ഈ V2നെ അവിടെ നിർത്തിയിട്ട് ഈ 27നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ 108/27 എന്ന് കിട്ടും, അതായത് 108 × 8/27 എന്ന് വരും. ഇനി അതിനുശേഷം ഈ 128നെ ഞാൻ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മക്കളിവിടെ ശ്രദ്ധിച്ചു ഞാൻ എങ്ങനെയാണ് അവിടെ 4 എഴുതിയത് എന്നുള്ളത്. നമ്മൾ 27ക്ക് 27 കൂട്ടി, പിന്നെ ആയിക്കൊരു 27 കൂട്ടി, പിന്നെ ഒരു ആയിക്കൊരു 27 കൂട്ടി, അങ്ങനെ ഒരുപാട് സമയം കളയരുത്. ചിലപ്പോൾ 4ൻ്റെ മുകളിലേക്കുള്ള നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, 1ൽ 27 വരില്ല, 10ൽ 27 വരില്ല. ഇനി അടുത്തത് 8ൻ്റെ സ്ഥാനത്ത് ഇവിടെ നോക്കിയാൽ 7നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 8ൽ അവസാനിക്കുന്ന നമ്പർ കിട്ടുക? ഒരു 7 7, 2 7 14, 3 21, 4 7 28. അപ്പോൾ 27നെ ഒന്ന് 4 ആയിട്ട് ഗുണിച്ചു നോക്കുക. അതിൽ കൂടുതലാണ് വരുന്നതെങ്കിൽ 4 എണ്ണം വരില്ല എന്നുള്ളത് അറിയാം, അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ 4ൽ കൂടുതൽ വരും എന്നുള്ളതും പറയാം. ഓക്കെ, അപ്പോൾ 7 4 28, ശിഷ്ടം 2 വരും. 1 4 4 24, 8 8 2 10, കണ്ടോ 108 കറക്റ്റ് നമ്പർ കിട്ടി. അപ്പോൾ 108ൽ എത്ര 27 ഉണ്ട്? 4 27. ഇപ്പോൾ ഇത് 108നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 4 എണ്ണം അല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവാം. ഈ 108നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിലോ, 108നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ 4നേക്കാൾ കൂടുതൽ ഉണ്ടാവാം. 108നേക്കാൾ കൂടുതൽ കുറവാണെന്നുണ്ടെങ്കിൽ 108ന് കൂടുതൽ പോയാലോ 4നേക്കാൾ കുറഞ്ഞൊരു സംഖ്യയാണെന്നും പറയാം. ഓക്കെ, അപ്പോൾ 4 എന്ന് കിട്ടി. അപ്പോൾ ഈ 108/27 ചെയ്തപ്പോൾ 4 കിട്ടി, പിന്നെ ഒരു × 8 കൂടി ഉണ്ട്. അപ്പോൾ 4 × 8 എത്രയാ? 32. അപ്പോൾ V2 കിട്ടി എത്രയാ? 32. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യം. എ ബോക്സ് കണ്ടെയ്ൻ റെഡ് ആൻഡ് ബ്ലൂ ബീഡ്സ്, 16 out of them are red. If the probability of getting a red is 2/3. ഒരു പെട്ടിയിൽ ചുവപ്പും നീലയും നിറത്തിലുള്ള മുത്തുകളുണ്ട്. അതിൽ 16 എണ്ണം ചുവന്ന മുത്തുകളാണ്. പെട്ടിയിൽ നിന്നൊരു മുത്തെടുത്താൽ അത് ചുവപ്പാകാനുള്ള സാധ്യത 2/3 ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്? ആകെ മുത്തുകളുടെ എണ്ണം എത്ര? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ്? നീല മുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര? ഇഫ് 4 റെഡ് ബീഡ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ ബോക്സ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്? പെട്ടിയിൽ നിന്ന് 4 ചുവന്ന മുത്തുകൾ എടുത്തു മാറ്റിയാൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എത്ര? അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷനുകളേക്കൊക്കെ ഒന്ന് നോക്കുക. ഇതിൽ റെഡും ബ്ലൂ ആണുള്ളത്, അതിൽ 16 എണ്ണം റെഡാണ്. അപ്പോൾ 16 റെഡ് ഉണ്ട് എന്നുള്ള കാര്യം കിട്ടി.
ഓക്കെ, ഇനി റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അത് 2/3 ആണ്. നമ്മൾ പ്രോബബിലിറ്റി പഠിക്കുന്ന സമയത്ത് പറയുന്നതാണ് നമുക്ക് വേണ്ടത് എന്താണോ അതിൻ്റെ എണ്ണം ബൈ ടോട്ടലാണ് നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബോക്സിൽ നിന്ന് കൈ ഇട്ടെടുത്തിട്ട് അതിൽ നിന്നൊരു ബോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് റെഡ് ബോളാണ്. അപ്പോൾ അവിടെ എത്ര റെഡ് ബോൾ ഉണ്ടോ അതിൻ്റെ എണ്ണമാണ് നമുക്ക് ന്യൂമറേറ്ററിൽ ശരിക്കും വേണ്ടത് അല്ലേ. അപ്പോൾ ഈ 2നെ നമുക്ക് 16 ആക്കണം. കാരണം 16 റെഡ് ആണുള്ളത്. 2നെ 16 ആക്കാൻ നമ്മൾ 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഡിനോമിനേറ്ററിലും 8 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 16/24 എന്ന് കിട്ടും. ഇതിനർത്ഥം എന്താ? 16 റെഡ് ബോളുകൾ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ ആ ബോക്സിൽ എത്ര ബോളുകളുണ്ട്? 24 ബോളുകളുണ്ട്. കാരണം പോസിബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം, അനുകൂല സാധ്യത ബൈ ആകെ സാധ്യത ആണ്. അപ്പൊ ആകെ എത്രയാണ്? 24. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് 24 കിട്ടിയിട്ടുണ്ടാവും അല്ലേ? റെഡ് ചുവന്നതാകാനുള്ള, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ചുവന്നതാകാനുള്ള സാധ്യത 2/3 ആണ്. 16 എണ്ണാണ് അതിൽ ചുവപ്പുള്ളത്. അപ്പൊ എന്ത് വരും? 2 × 8 3 × 8 24. അപ്പൊ മൊത്തം 24 ബോൾസ് അതിലുണ്ട്. ഓക്കെ, രണ്ടാമത് ടോട്ടൽ, ഒന്നാമത് 24 കിട്ടി. രണ്ടാമത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആകെ 24 എണ്ണം, അതിൽ 16 എണ്ണം റെഡ് ആണ്. അപ്പൊ ബ്ലൂ കാണാൻ 24 നമ്മൾ എന്ത് ചെയ്താൽ മതി? 16 കുറച്ചാൽ മതി. ഓക്കെ, 10 4 പോയാൽ, സോറി 14 6 പോയാൽ 8 വരും. 8 2 10 4 14. ദെൻ 1 1 പോയാൽ 0. 8/24. ഇതിനെ ചെറുതാക്കണം. ഓക്കെ, ഇതിനെ ചെറുതാക്കുമ്പോൾ നമുക്ക് 1/3 കിട്ടും. ഇവിടെ ബ്ലൂ ബോളിന്റെ നീളം ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയിരുന്നു. ഓക്കെ, 24 - 16 8. സോ 8/24 1/3. ഇവിടെ പെട്ടെന്ന് ഉത്തരം എഴുതാനുള്ള വേറൊരു വഴി കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇത് എഴുതിയതായിരുന്നു, ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. നോക്കിയേ, നമ്മളുടെ പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്. ഓക്കെ, പ്രോബബിലിറ്റിയുടെ സം എപ്പോഴും എത്രയാണ്? 1 ആണ്. ഈ പെട്ടിയിലുള്ളത് ഒന്ന് റെഡും ഒന്ന് ബ്ലൂ ആണ്. ഒന്ന് റെഡും ഒന്ന് ബ്ലൂ ആണ്. റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2/3 ആണ്. ഡിനോമിനേറ്റർ 3 അല്ലേ? അപ്പം ഇനി ഇവിടെ മൈനസ് ചെയ്ത് എത്രയാണേ ഉള്ളൂ? 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ബ്ലൂ എത്രയായിരിക്കും? 1/3 ആയിരിക്കും. അപ്പോഴല്ലേ ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 1 കിട്ടുക. കണ്ടോ, 1/3 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ പെട്ടെന്ന്. ഓക്കെ, ദെൻ അടുത്തത് സി ക്വസ്റ്റ്യൻ എന്താണ്? 4 റെഡ് ബീഡ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ ബോക്സ്. അപ്പോൾ ഇതിൽ നിന്ന് 4 റെഡ് ബീഡുകൾ പോയി. 16 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം പോയാൽ ബാക്കി 12 എണ്ണം ഉണ്ടാവും. ഓക്കെ, 12 ഉണ്ടാവും. നീല ഒന്നും ചെയ്തിട്ടില്ല, അപ്പം നീല 8 എണ്ണം തന്നെ ഉണ്ട്. 24 പന്താണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 4 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 20 ഉണ്ട്. ഇനി റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം റെഡ് എത്രയാ? 12. ടോട്ടൽ എത്രയാ? 20. അപ്പം 12/20. ഓക്കെ, അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 കൊണ്ട് ചെറുതാക്കാം. 12/4 3 ആണ്. 20/4 5 ആണ്. സോ 3/5. ഓക്കെ, ദെൻ 19ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ O is the center of the circle. PA and PB are tangents. Angle PAB equal to 65. Find the measures of the angle below. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും PA PB തൊടുവരകളുമാണ്. ആംഗിൾ PAB equal to 65 ഡിഗ്രി. ചുവടെ പറയുന്ന കോണുകൾ കണ്ടുപിടിക്കുക. ആംഗിൾ PBA ഓരോ ആംഗിളുകൾ ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തത് ആംഗിൾ PB അത് 65 കിട്ടി. അതെങ്ങനെ 65 കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കി, PAയും PBയും വൃത്തത്തിന്റെ പുറത്തുള്ളൊരു ബിന്ദുവിൽ നിന്നുള്ള ടാൻജന്റ് ആണ്. വിച്ച് മീൻസ് PA equal to PB. ഓക്കെ, രണ്ട് സൈഡുകൾ എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ. ഇതൊരു കൺസെപ്റ്റ് ആണ്. ഇവിടെ പല കൺസെപ്റ്റുകളുണ്ട്. 1-2 ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളായി. ഇതൊരു ഐസോസിലസ് അഥവാ സമപാർശ്വ ത്രികോണായി. അപ്പോൾ സമപാർശ്വ ത്രികോണമാകുമ്പോൾ രണ്ട് സൈഡുകൾ മാത്രമല്ല, അതിൻ്റെ രണ്ട് അറ്റത്തുള്ള കോണുകളും എന്താവും? സെയിം ആവും. അപ്പോൾ ഈ സൈഡിന് ഓപ്പോസിറ്റ് 65 ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് ഇവിടെയും എന്തായിരിക്കും? 65 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള കോണതല്ലേ നോക്കിയേ? PBA. ഇനി വേറൊരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു ത്രികോണത്തിൻ്റെ ഒരു കോണ്
അതിൻ്റെ എതിർവശം തൊടുവരയുമായിട്ട് ഉണ്ടാക്കുന്ന കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കോൺ എത്രയാണ് നമുക്കറിയില്ല, പക്ഷേ ഈ കോണിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തൊടുവരയുമായിട്ട് ഉണ്ടാക്കുന്ന കോൺ 65ആണ്. അപ്പോൾ ഇവിടെയും തൊടുവരയുമായിട്ട് ഉണ്ടാക്കുന്ന കോൺ എത്രയാണ്? 65ആണ്. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ ആൻസറായി 65. രണ്ടാമത്തത് AOB. അതിന് ഞാൻ ACB എടുത്തു. ACB ദാ ഈ ആംഗിൾ. ഞാൻ ഇപ്പം പറഞ്ഞ തിയറി, ഒരു ത്രികോണത്തിൻ്റെ ഒരു കോണ്, ACB നമുക്കിവിടെ ലാസ്റ്റ് ഓൾറെഡി കണ്ടുപിടിക്കാണ്ടേ, ഇവിടെ തന്നെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഒരു ത്രികോണത്തിൻ്റെ ഒരു കോണ് അതിൻ്റെ എതിർവശം ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും തുല്യമായിരിക്കും. അപ്പോൾ ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 65 ആണെന്നുണ്ടെങ്കിൽ സിയും എത്രയാണ്? 65ആണ്. സി സർക്കിളിലുള്ള കോണാണ്. സർക്കിളിൽ 65 ആണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ അതിൻ്റെ ഇരട്ടി വരും അല്ലേ? സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും സെൻറ്ററിൽ വരിക. അതും എന്നും ബി എന്ന് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ അവിടെ 65 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എത്ര വരും? 130 ഡിഗ്രി. AOB കിട്ടി. ഇനി അടുത്തത് P കാണണം. P എന്ന് പറയുന്നത് 50 ആയിരിക്കും. എങ്ങനെ P 50 ആയത്? റേഡിയസുകൾ തമ്മിലുള്ള കോണും ആ റേഡിയസിൻ്റെ അറ്റത്തുള്ള കോണുകളും കൂട്ടിയാൽ, ആ റേഡിയസിൽ നിന്നുള്ള ടാൻജൻറ്റുകൾ തമ്മിലുള്ള കോണും കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ ഇവിടെ 130 ആണെന്നുണ്ടെങ്കിൽ 180 മൈനസ് 130 50 കിട്ടും. Then ACB ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 65. ഓക്കെ. ദെൻ 20ാമത്തെ ചോദ്യം, P of x is equal to x square minus 7x plus 12. What is P of 3? Write a first degree factor of P of x minus P of 3. P of x minus P of 3യുടെ ഒരു ഒന്നാംകൃതി ഘടകം എഴുതുക. Find the solution of P of x minus P of 3 equal to 0. P of x minus P of 3 equal to 0 എന്ന സമവാക്യത്തിൻ്റെ പരിഹാരങ്ങൾ കാണുക. അപ്പോൾ ആദ്യം P of 3 കാണണം. എക്സ് ഉള്ളിടത്തൊക്കെ നമുക്ക് 3 ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 സ്ക്വയർ മൈനസ് 7 ഇൻറ്റു 3 പ്ലസ് 12 എന്ന് വരും. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 7 ഇൻറ്റു 3 21. മൈനസ് ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ മൈനസ് 21. ഇനി 9 12 കൂട്ടുക. ഓക്കെ, 12 9 കൂട്ടുമ്പോൾ നമുക്ക് 21 കിട്ടും. 21 മൈനസ് 21 ദാറ്റ് ഈസ് 0. ഇനി അതായത് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് P of x മൈനസ് P of 3 എന്നാണ്. അപ്പോൾ P of x മൈനസ് P of 3 ഒന്ന് കാണാം. P of 3 0 ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പർ തന്നെയാണ് നമുക്ക് P of x മൈനസ് P of 3 ആയിട്ട് കിട്ടുക. ഇതിൽ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. വിച്ച് മീൻസ് x മൈനസ് 3 ഇതിൻ്റെ ഒരു ഫാക്ടറാണ് അല്ലേ? നമ്മൾ ഏത് നമ്പറാണ് ഇട്ട് കൊടുക്കുന്നത് ആ നമ്പർ അതിൻ്റെ ഫാക്ടർ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ 3 എന്ന് കൊടുത്തപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ A കൊടുക്കുമ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ x മൈനസ് A ഫാക്ടർ ആണെന്ന് പറയുന്ന പോലെ 3 കൊടുക്കുമ്പോൾ 0 കിട്ടി. അപ്പോൾ x മൈനസ് 3 അതിൻ്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടറാണ്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. അതിന് നമുക്ക് രണ്ടാമത്തെ ഫാക്ടർ കൂടിയും കാണണം. ഒന്നാമത്തെ ഫാക്ടർ -3 ആണ്. ഓക്കെ, നോക്കിയേ, ഈ -3 നമ്മുടെ കണ്ടീഷൻ എന്താ? ആഡ് ചെയ്യുമ്പോൾ -7 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടണം. -3ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് +12 കിട്ടുക? -3ൻ്റെ കൂടെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു നമ്പർ തന്നെ മൈനസ് ചെയ്യുമ്പോഴാണ് അത് പോസിറ്റീവ് ആകുള്ളൂ. ഇനി 3ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുക? 3 × 4 ആണ്. അപ്പോൾ ഒരെണ്ണം -3ഉം ഒരെണ്ണം -4ഉം ആണ്. കണ്ടോ? ഓക്കെ, കണ്ടീഷൻ നോക്കിയാൽ മതി കേട്ടോ. -3 -4 കൂട്ടുമ്പോൾ -7 കിട്ടണില്ലേ? ഇനി x മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് എടുക്കുക. -3 അപ്പുറം പോകുമ്പോൾ x ഈക്വൽ ടു 3. x മൈനസ് 4 ഈക്വൽ ടു 0. -4 അപ്പുറം പോകുമ്പോൾ x ഈക്വൽ ടു 4. സോ സൊല്യൂഷൻസ് ആയി 3ഉം 4ഉം. ദെൻ 4 മാർക്കിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A tent in the shape of a square pyramid has a length of base edge 12 meter and height 8 meter. സമചതുര സ്തൂപികാകൃതിയായ ഒരു കൂടാരത്തിന്റെ പാദവക്കിന്റെ നീളം 12 മീറ്റർ ആണ്, ഉയരം 8 മീറ്ററുമാണ്. ഫൈൻഡ് ദ സ്ലാൻഡ് ഹൈറ്റ്, ചെരുവ് ഉയരം കണക്കാക്കുക. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ക്യാൻവാസ് ടു മേക്ക് ദ ടെന്റ് അറ്റ് ദ റേറ്റ് ഓഫ് 340 rupees per square meter. കൂടാരം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ക്യാൻവാസിന് ചതുരശ്ര മീറ്ററിന് 340 രൂപ നിരക്കിൽ എത്ര ചിലവാകും? അപ്പോൾ ആദ്യം നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ആണ് കാണേണ്ടത്. അതിന് നമുക്ക് ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്, അഥവാ A 12 ആണെന്ന് തന്നിട്ടുണ്ട്, ഹൈറ്റ് H തന്നിട്ടുണ്ട്. ഏതാണ് മക്കളെ എയും എച്ചും എല്ലും തമ്മിലുള്ള റിലേഷൻ ഒന്ന് പറഞ്ഞേ. എന്താണ്? L square is equal to H square plus A/2 whole square. അതിൽ L ആണ് കാണേണ്ടത്. A എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ A/2 എന്ന് പറയുന്നത് 6 ആണ്. H 8ഉം. 6ൻ്റെ സ്ക്വയർ 36 ആണ്. 8ൻ്റെ സ്ക്വയർ 64 ആണ്. 36 64 കൂട്ടിയാൽ 100 കിട്ടും. അപ്പോൾ L സ്ക്വയർ 100 ആണെന്നുണ്ടെങ്കിൽ L √100 ആണ്. √100 എന്ന് പറയുന്നത് 10 ആണ്.
അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് 10 എന്ന് കിട്ടി. ഇനി ഈ ക്യാൻവാസ് ഉണ്ടാക്കാൻ ആവശ്യമായ ഷീറ്റിൻ്റെ വില എന്ന് പറയുന്നത്, അതിന് ആദ്യം ഷീറ്റിൻ്റെ ഏരിയ കാണണം. അതിന് നമ്മൾ എന്ത് കണ്ടാൽ മതി? ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടാൽ മതി. ക്യാൻവാസിൻ്റെ ബേസ് നമുക്ക് വേണ്ട. സോ ലാറ്ററൽ സർഫസ് ഏരിയ LSA ഈക്വൽ ടു 2AL. സോ എന്ത് വരും? 2 × 12 × 10 എന്ന് വരും. എ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, 12 × 2 എത്രയാണ്? 24. 24 × 10 240. 1 മീറ്ററിന് മെഷർമെൻറ്റുകളൊക്കെ മീറ്ററിലാണ്, അപ്പോൾ അത് മീറ്റർ സ്ക്വയർ എന്ന് വരും. 1 മീറ്ററിന് 340 ആണെന്നുണ്ടെങ്കിൽ ഇത്രയും മീറ്ററിന് എത്രയായിരിക്കും? 340 × 240 ചെയ്താൽ മതി. അതിന് 34 × 24 ചെയ്യാം. 2 0 പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. 4 16 6 ശിഷ്ടം 1. 3 4 12 12 1 ഒരു 12 1 13. 1 4 4 24 8 1 3 3 23 6 6 8 2 10 11 6 1 7 1 8. ഇനി 2 0 ഇട്ട് കൊടുക്കുക. 340 ഒരു 0 240. അപ്പോൾ 81,600 രൂപ. ഇത്രയും ചോദ്യങ്ങളാണ് മക്കളെ 4 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങൾ. ഇനി അടുത്ത് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അതും നമുക്ക് ഇതേപോലെ 2 സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഇപ്പം തന്നെ ഞാൻ 5 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ ഏകദേശം 20 മിനിറ്റോളമായി. സോ അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ 2 സെക്ഷനായിട്ട് 5 മാർക്കിന് നമുക്ക് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടില്ലേ? നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ഇനി +1 നിങ്ങൾ ഉദ്ദേശിച്ച സിലബസുകൾ അഥവാ ഉദ്ദേശിച്ച സബ്ജക്റ്റുകൾ തന്നെ എടുത്ത് പഠിക്കുക. മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മറ്റൊരാൾ സയൻസ് എടുത്തതുകൊണ്ട് ഞാനും സയൻസ് എടുക്കുന്നു, മറ്റൊരാൾ കൊമേഴ്സ് എടുത്തതുകൊണ്ട് ഞാനും സയൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് അല്ലെങ്കിൽ മറ്റൊരാളുടെ താല്പര്യത്തിന് വഴങ്ങിയാണ്ട് നിങ്ങൾ വേറെ സബ്ജക്റ്റിലോട്ട് പോകരുത്. നമുക്കൊരു ലക്ഷ്യബോധത്തോടു കൂടി പോകട്ടോ. നമുക്ക് ഏത് സബ്ജക്റ്റാണോ വേണ്ടത് ആ സബ്ജക്റ്റ് എടുത്ത് നമ്മൾ പഠിക്കുക, അതിൽ നമ്മൾ സ്കോർ ചെയ്യുക, അതിൽ നമ്മളുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യുക. ഓക്കെ, നമുക്കായിട്ടൊരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. പല പല സബ്ജക്റ്റുകളുണ്ട്. നമ്മളുടെ ടേണിംഗ് പോയിന്റ് ആണ്. നമ്മളുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഒരു ഭാഗമാണ് +1 ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ളത്. സോ നല്ല സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് എടുക്കുക, അതിനനുസരിച്ച് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, ഇനി +1 സയൻസ് എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. +1 മാത്തമാറ്റിക്സ്, അതേപോലെ തന്നെ +2 മാത്തമാറ്റിക്സും ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണാൻ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, സോ റിസൾട്ടിൽ നല്ല ഇതുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല A+ കിട്ടിയിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.